വിളിച്ചയച്ചത് ചർച്ചയാക്കാൻ പ്രതിപക്ഷം. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. കോൺഗ്രസ് അംഗങ്ങളായ ഗൗരവ് ഗൊഗോയ്, മാണിക്യം ടാഗോർ എന്നിവർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായിട്ട് ബൽറാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ട്വീറ്റ് വായിക്കുകയാണ്. ട്വീറ്റാണ്, ഒരു പ്രതികരണമാണ്. ഗുസ്താവോ പെട്രോ, കൊളംബിയൻ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നത്, എ മൈഗ്രന്റ് ഈസ് നോട്ട് എ ക്രിമിനൽ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ദ ഡിഗ്നിറ്റി ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ്. That's why I turned back the US military planes that were carrying Colombian migrants. I cannot allow migrants to remain in a country that does not want them. But if that country sends them back, it must be with dignity and respect for them and for our country. We will receive our fellow citizens on civilian planes without treating them like criminals. Colombia is respected എന്ന് പറയുന്ന കൊളംബിയൻ പ്രസിഡന്റാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മൂക്കിന് താഴെ കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ പ്രസിഡന്റ് അമേരിക്കയോട് പറയുകയാണ്, ഞങ്ങളുടെ പൗരന്മാരെ അപമാനിച്ചു പോകരുത്, നിങ്ങളുടെ സൈനിക വിമാനം ആകാശത്ത് എടുത്തുകൊണ്ട് എന്നിട്ട് സിവിലിയൻ വിമാനത്തിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറയുകയാണ് കൊളംബിയൻ പ്രസിഡന്റ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ ചെയ്യുന്നു. ബൽറാം, അത്രത്തോളം ശക്തമായി പറഞ്ഞില്ലെങ്കിലും നമ്മുടെ പൗരന്മാരെ കാലിൽ വിലങ്ങിട്ട് കയ്യിൽ വിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചതിൽ രാജ്യത്തിൻ്റെ ഒരു പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കാവോ ബൽറാം? ഹഷ്മി, ആ പ്രതികരണം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു നടപടി ഇന്ത്യയിലെ പൗരന്മാരെ, അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ മടങ്ങി എത്തുന്നതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇന്ത്യയുടെയോ US-ൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവർ എത്തുന്ന സമയവും സ്ഥലവും പോലും കൃത്യമായി അറിയിച്ചിരുന്നില്ല. അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അവരെ എത്തിച്ചതാകട്ടെ ഒരു സൈനിക വിമാനത്തിൽ, ഒരു വിദേശ രാജ്യത്തിൻ്റെ സൈനിക വിമാനം ഇന്ത്യൻ മണ്ണിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇവരെ കുറ്റവാളികളെ കൈമാറുമ്പോൾ പോലും ഇത്തരത്തിൽ കാൽച്ചങ്ങലകളോ കൈച്ചങ്ങലകളോ അണിയിക്കാറില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ കാണുന്നത്. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഇവരെ കൊടും കുറ്റവാളികളെ പോലെ കാൽച്ചങ്ങലകൾ അണിയിച്ചാണ് ഇന്ത്യയിലേക്ക് ഇറക്കിയത്. ഒപ്പം തന്നെ ഈ മടങ്ങിയെത്തിയവർ പറയുന്ന ദുരന്ത കഥ, ഏതാണ്ട് 40-ലേറെ മണിക്കൂറുകൾ അവർക്ക് ഭക്ഷണമോ ഒപ്പം തന്നെ മറ്റ് ശുചിമുറികൾ ഉപയോഗിക്കാനുള്ള അനുമതിയോ പോലും ഇല്ലായിരുന്നു എന്നുമാണ് അവർ പറഞ്ഞത്. ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഇന്ത്യക്കാർക്ക് ഉണ്ടായിരിക്കുന്നു. അവർ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ പോലും അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിഷയം പാർലമെന്റിൽ ചർച്ചയാക്കുക, അതിൽ സർക്കാർ മറുപടി പറയണമെന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ 2 നേതാക്കളാണ് ഇപ്പോൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാണിക്യം ടാഗോർ ഒപ്പം ഗൗരവ് ഗൊഗോയ് എന്നിവരാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിഷയം ഇന്ന് ഇരു സഭകളിലും ശക്തമായി തന്നെ ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പറയാൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു അന്താരാഷ്ട്ര വിഷയം പാർലമെന്റിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നത്. ഹഷ്മി, ഓക്കെ. അപ്പോൾ ഇതാണ് ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സൈനിക വിമാനത്തിൽ കൊണ്ട് ഇവിടെ വന്ന് കൊണ്ടുവരേണ്ടവരല്ല നമ്മുടെ പൗരന്മാർ. നമ്മുടെ പൗരന്മാർ ഇങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ ഇത് കുറച്ചുകൂടി മര്യാദയ്ക്ക് മാന്യമായിട്ട് അയക്കാം എന്നൊക്കെ ഉള്ള വലിയ ചർച്ചകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാലിൽ നേരത്തെ കണ്ട ചിത്രങ്ങൾ വന്ന് നമ്മുടെയൊക്കെ പൗരന്മാരെന്നുള്ള അവർ നമ്മുടെ പൗരന്മാരല്ലേ, അവർ മൈഗ്രൻസ് എന്ന് പറയുന്നത് കൊടും ക്രിമിനലൊന്നും അല്ലല്ലോ, അവരെ കുറച്ചുകൂടി മര്യാദയ്ക്ക് അയക്കാം എന്ന അഭിപ്രായം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പോകുന്നു. സർക്കാർ പ്രതികരണം ആ വിഷയത്തിൽ അതിനിർണായകമാണ്. മെജോ